Hi friends, LDC Mains and Degree Level Preliminary Preparation Strategy എന്നുള്ള ഈ ടോപ്പിക്കിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് സിവിക്സ് അഥവാ പൗരധർമ്മം എന്നുള്ളതാണ്. നമ്മുടെ സിലബസ് എടുത്ത് നോക്കിയാൽ കാണാം, അതിൽ കുറച്ച് താഴ്ത്തു വരുമ്പോൾ കാണാം സിവിക്സ് അഥവാ പൗരധർമ്മം എന്നുള്ള ടോപ്പിക്ക്. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ ഇത് സെയിം സിലബസ് തന്നെയാണ് LDC മെയിൻസിനും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ സിലബസ് ഫുള്ളായിട്ട് മനസ്സിലിരുത്തി പഠിക്കുവാണെങ്കിൽ LDC മെയിൻസിനും നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്കും ഒരുപോലെ യൂസ്ഫുൾ ആവും. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു ഡിഗ്രി ലെവലല്ല 10th ലെവലാണെങ്കിലും 12th ലെവലാണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും ഈ ഒരു സിലബസ് ഫുള്ള് നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആണ്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്കൂൾ ടെക്സ്റ്റ് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ സിവിക്സ് അഥവാ പൗരധർമ്മം എന്നുള്ള ഈ ഒരു ടോപ്പിക്ക് നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ ക്ലാസ്സിൽ ഏതൊക്കെ ചാപ്റ്റർ ആദ്യം പഠിക്കണം എന്നുള്ള കാര്യം തന്നെ ആദ്യമേ നമുക്ക് നോക്കണം. അപ്പം അതിനുവേണ്ടി ആദ്യം നമുക്ക് ഈ ഒരു ടോപ്പിക്ക് സിലബസ് ഫുൾ ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ടോപ്പിക്ക് നോക്കാം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, Indian Civil Service and State Civil Service, E-Governance, Information Commission and Right to Information Act, Lokpal and Lokayuktha, Government, Executives, Judiciary and Legislature, Election of the political parties, human rights organizations, acts and rules regarding consumer protections, labor and employment, national rural employment policies, land reforms, protection of women, children and old age people, social welfare schemes, social security, socio-economic and social statistical data, plus current affairs. അപ്പോൾ ഈ ടോപ്പിക്ക് ഫുള്ളായിട്ട് നോക്കുമ്പോൾ അറിയാം, അതിനകത്ത് ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും ഏത് ടോപ്പിക് എടുത്താലും അതിനകത്ത് പ്ലസ് കറണ്ട് അഫെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ടോപ്പിക്കിൽ നിന്നും അതിൽ നിന്ന് വന്നിട്ടുള്ള കറണ്ട് അഫെയർ നമ്മൾ നോക്കുക. ഇപ്പോൾ സിവിക്സ് നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഉൾപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഈ ഒരു സിലബസ് ഫുള്ള് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് SCERT ടെക്സ്റ്റ് ബുക്കിലെ 10th ക്ലാസ്സിലെ ചാപ്റ്റർ 3ഉം 10ഉം അതുപോലെ തന്നെ 9th ക്ലാസ്സിലെ ചാപ്റ്റർ 8, 9, 6th ക്ലാസ്സിലെ ചാപ്റ്റർ 4 ഇത്രയാണ് ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുള്ളത്. ഈ ഒരു ഇത്രയും ക്ലാസ്സുകളിൽ അതൊന്നുകൂടെ പറയാം, 10th ക്ലാസ്സിലെ ചാപ്റ്റർ 3, 10, 9th ക്ലാസ്സിലെ ചാപ്റ്റർ 8, 9, 6th ക്ലാസ്സിലെ ചാപ്റ്റർ 4 ഇത്രയും ചാപ്റ്ററുകൾ ആദ്യം നമുക്ക് നോക്കുക. അതിനുശേഷം മാത്രം നമുക്ക് സിലബസ് അനുസരിച്ച് ബാക്കി റാങ്ക് ഫയലുകളൊക്കെ നോക്കിയാൽ മതിയാവും. ആദ്യമേ സ്കൂൾ ടെക്സ്റ്റിലെ ഇത്രയും ചാപ്റ്ററുകൾ നോക്കുക. അപ്പം നമുക്ക് സിലബസ് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പം ഡിഗ്രി ലെവലിൽ പഠിക്കുന്നവർക്കാണെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, ഇന്ത്യൻ സിവിൽ സർവീസ് ആൻഡ് സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്നുള്ളത് നമുക്കൊരു അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. നമുക്കിതിന് മുമ്പത്തുള്ള സിലബസിനകത്തൊന്നും ഇങ്ങനെ ഒരു കാര്യമില്ലായിരുന്നു. അപ്പം LDC മെയിൻസിന് നോക്കുന്നവർക്ക് ആ ഒരു ഭാവം വേണമെങ്കിൽ ഒന്ന് അവോയ്ഡ് ചെയ്യാം. അവോയ്ഡ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. ഡിഗ്രി ലെവലുകാർ അത് നന്നായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഗവേണൻസ് എന്നുള്ള പോർഷൻ, ഗവേണൻസിനകത്ത് നമുക്ക് 10th ലെവലിനും 12th ലെവലിനും നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അക്ഷയ കേന്ദ്രങ്ങളും അക്ഷയയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഗവേണൻസുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമുക്ക് കറണ്ട് അഫെയറിനകത്തുനിന്ന് ഗവേണൻസിന് നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അപ്പോൾ ഇൻഫർമേഷൻ കമ്മീഷൻ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് ആര്, അതുപോലെ തന്നെ ചെയർമാൻ്റെ കാലാവധി, ഇപ്പോഴത്തെ കറണ്ട് ആയിട്ടുള്ള ചെയർമാൻ ആര് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അതിനകത്തുനിന്ന് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇൻഫർമേഷൻ കമ്മീഷൻ ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നുള്ളത് അത് നമുക്ക് അതിൻ്റെ ഇനാക്ട് ചെയ്തത് ഇംപ്ലിമെൻറ്റ് ആ ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് നോക്കി വെക്കുക. അതുപോലെ ലോക്പാൽ ലോകായുക്തയ്ക്കകത്ത് ഇപ്പോഴത്തെ കറണ്ട് ആയിട്ടുള്ള ലോക്പാൽ ആര്, ലോകായുക്ത ആരെന്നുള്ള രീതിയിൽ നമുക്ക് ചോദ്യം ഓൾറെഡി 10th 12th വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആ രീതിയിലൊന്ന് നോക്കി വെക്കുക. അതിൻ്റെ കാലാവധിയും കൂടെ നോക്കുക. പിന്നെ ഗവൺമെൻറ് പറയുമ്പോഴത്തേക്കിനും ഓൾറെഡി നമുക്ക് പറയാം പല സ്റ്റേറ്റുകളുടെ ഗവൺമെൻറ് മാറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതത് സ്റ്റേറ്റുകളുടെ ഗവർണേഴ്സ്, അതുപോലെ മുഖ്യമന്ത്രിമാർ, അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളുടെ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ നോക്കി വെക്കുക. അപ്പം നമ്മുടെ സ്റ്റേറ്റിലേക്ക് വരുമ്പോഴത്തേക്കും പുതിയ ഗവൺമെൻറ് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ, മുഖ്യമന്ത്രി, ഓരോ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ, അതൊക്കെ കറണ്ട് അഫെയറിനകത്ത് നോക്കി വെക്കുക. ഈ സിവിക്സ് എന്നുള്ള പോർഷനകത്ത് ഓൾമോസ്റ്റ് നമുക്ക് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും. പിന്നെ എക്സിക്യൂട്ടീവ്സ്, ജുഡീഷ്യറി ആൻഡ് ലെജിസ്ലേച്ചർ, അത് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതിന് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ജുഡീഷ്യറി വരുമ്പോഴത്തേക്കും സുപ്രീം കോർട്ടും ബാക്കി കാര്യങ്ങൾ, ഹൈക്കോർട്ട്, പുതിയ ജഡ്ജിമാർ, ചീഫ് ജസ്റ്റിസ് അങ്ങനെയൊക്കെ മാറി വരുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എത്രാമത്തെ ജഡ്ജ്, ഹൈക്കോടതി ജഡ്ജാണ് അല്ലെങ്കിൽ
സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണെന്നുള്ള രീതിയിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇലക്ഷനിലേക്ക് വരുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ്, അപ്പം നാഷണൽ ലെവലിലെയും സ്റ്റേറ്റ് ലെവലിലെയും ഇലക്ഷൻ കമ്മീഷണർ ആര്, അതുപോലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ, അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ്, നാഷണൽ ലെവൽ പൊളിറ്റിക്കൽ പാർട്ടീസിനകത്ത് വരുമ്പോൾ അതിനകത്ത് INC ഒക്കെ വരാൻ അതിനകത്തൊക്കെ INC വരാം. അപ്പം INCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലെയും ഏത് പാർട്ടിക്കാണ് കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച് അധികാരത്തിലേറിയിട്ടുള്ള രീതിയിലൊക്കെ നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ കറണ്ട് അഫെയറിനകത്ത് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, അപ്പം മനുഷ്യാവകാശ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. മനുഷ്യാവകാശ കമ്മീഷൻ്റെ നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന് കാലാവധി പിന്നെ തിരഞ്ഞെടുക്കുന്ന ആര് എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ ചെയർമാൻ ആര് എന്നുള്ള രീതിയിൽ നോക്കി വെക്കുക. കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടും പിന്നെ ഓൾറെഡി നമ്മൾ 10th ലെവൽ 12th ലെവൽ പ്രിലിമിനറി കഴിഞ്ഞവർക്കറിയാം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് കുറേയേറെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ പ്രതീക്ഷിക്കുക, അങ്ങനെ നോക്കുക. ആ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ആക്ട്സ് ആൻഡ് റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട ആക്ട്സുകളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് നോക്കി വെക്കുക. അതിനകത്തും നമുക്ക് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടും വരാൻ സാധ്യതയുണ്ട്. കൂടുതലും കറണ്ട് അഫെയർ പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ ആ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കറണ്ട് അഫെയറിനകത്ത് അത്രയും ഭാഗത്തിനകത്ത് മെയിനായിട്ട് വരാൻ സാധ്യതയുള്ളത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, നാഷണൽ ആൻഡ് റൂറൽ എംപ്ലോയ്മെൻറ്റ് പോളിസീസ്. ഇതിനകത്താണ് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരിക. തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം, അതുപോലെ തന്നെ എവിടെയാണ് ആദ്യമായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്, ഏത് സ്റ്റേറ്റാണ് ആദ്യം അത് പാസ്സാക്കിയത്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കിനും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്, അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, ഈ കാര്യങ്ങളൊക്കെ അവിടെ നോക്കി വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു നാഷണൽ ആൻഡ് റൂറൽ എംപ്ലോയ്മെൻറ്റ് പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ലേബേഴ്സിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നോക്കി വെക്കുക. പിന്നെ അതിനകത്ത് തന്നെ ലാൻഡ് റിഫോംസും കൂടെ ഉൾപ്പെടുത്തുക. പിന്നെ പ്രൊട്ടക്ഷൻ ആൻഡ് വുമൺ ചിൽഡ്രൻ ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾ, സോഷ്യൽ വെൽഫെയർ സ്കീംസിനകത്ത് വരുന്നതിനാണ് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് പോളിസീസ് വരുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ സ്കീംസിനകത്ത് നമുക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും എതിരെയുള്ള ഗവൺമെൻറ്റിൻ്റെ സ്കീമുകൾ, അതുപോലെ തന്നെ പോളിസീസ്, പിന്നെ ആക്റ്റുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നോക്കി വെക്കുക. ICDS പദ്ധതിയുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കുറേയേറെ പദ്ധതികളുണ്ട്. ആ കാര്യങ്ങളൊക്കെ അവിടെ നോക്കി വെക്കുക. ഈ ഒരു ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഈ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ, ചിൽഡ്രൻ ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾസ് സോഷ്യൽ വെൽഫെയർ സ്കീംസ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇത്. അപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളും ചൂഷണങ്ങളും തടയുന്നതിന് വേണ്ടിയുള്ള ആക്റ്റുകളും പദ്ധതികളും പോളിസീസുകളും അതൊക്കെ നോക്കി വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി ആണ്, സോഷ്യോ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിക്കൽ ഡേറ്റ എന്നുള്ള കാര്യത്തിനകത്തൊന്നും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനാണെങ്കിൽ ഒന്നെങ്കിൽ സമഗ്രയിൽ നിന്ന് സ്കൂൾ ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർക്ക്. അല്ലെങ്കിൽ ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. പാഠപുസ്തകങ്ങളിലൂടെ PSC എന്ന് പറഞ്ഞാൽ ദി ബെസ്റ്റിൻ്റെ ഈ ഒരു ബുക്കിനകത്ത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ചരിത്രം, ഭൂമിശാസ്ത്രം, ഊർജ്ജതന്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റുകളും ആ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കൃത്യ ഓർഡറിൽ തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു സ്കൂൾ ടെക്സ്റ്റ് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു സിവിക്സ് എന്നുള്ള പോർഷനകത്ത് നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാനും നമുക്ക് ഈ ഒരു ബുക്ക് യൂസ്ഫുൾ ആണ്. അതിലാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴിയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറേയേറെ യൂട്യൂബ് ചാനലുകളുണ്ട് നമുക്ക് ഈ ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതല്ല നമുക്ക് അൺഅക്കാഡമി യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അൺഅക്കാഡമിയിലെ മൻസൂർ സാറിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സിനകത്ത് ഈ ചാപ്റ്ററുകളെല്ലാം, അതായത് 10th ക്ലാസ്സിലെ ചാപ്റ്റർ 3ഉം 10ഉം, 9th ക്ലാസ്സിലെ ചാപ്റ്റർ 8, 9, 6th ക്ലാസ്സിലെ ചാപ്റ്റർ 4, ഇതെല്ലാം കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എൻ്റെ സ്പെഷ്യൽ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാൻ യൂട്യൂബ് ചാനലിനകത്താണ് നോക്കുന്നതെങ്കിൽ ECPSC എന്ന ചാനൽ നോക്കാം. അതിനകത്ത് LDCയുടെയും ഡിഗ്രി ലെവലിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മി മാമിൻ്റെ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ് നിങ്ങൾക്ക് അറിയാവുന്ന ചാനൽ തന്നെയായിരിക്കും. ലക്ഷ്മി മാം ഓൾറെഡി ഇപ്പം ഹിസ്റ്ററി ജോഗ്രഫിക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം സിവിക്സിൻ്റെ ക്ലാസ് ഓൾറെഡി തുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ആഴ്ച തന്നെ സിവിക്സിൻ്റെ ക്ലാസ് ലക്ഷ്മി മാം തുടങ്ങും. അതുപോലെ തന്നെ ടിപ്സ് ആൻഡ് ട്രിക്സിനകത്ത് അശ്വതി മാമിൻ്റെ ഈ ഒരു ചാനലിനകത്ത് ഈ സിവിക്സ് എന്ന ടോപ്പിക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈ നോട്ട് ബുക്ക് എന്നുള്ള ബിബി മാമിൻ്റെ ഈ ഒരു ചാനലിനകത്തും
ഈ സിവിക്സ് എന്ന ടോപ്പിക്ക് രണ്ടും ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ചാനലുകളും ഓൾറെഡി ചെയ്തിട്ട് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ലക്ഷ്മി മാമിൻ്റെ ക്ലാസ്സും കാണാം.